പറയട്ടെ, അമ്മയ്ക്ക് വയ്യ, വയറുവേദനയും പിന്നെ ഗുളിക കഴിക്കുന്നതിൻ്റെ ക്ഷീണവും. അതുകൊണ്ട് അമ്മ പാൽ ചായയും വെച്ച് കുടിച്ച് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പുറത്ത്. പിന്നെ ഒരു കാര്യം, ഇന്ന് ചക്ക കിട്ടി, ചക്ക. അന്നേരം അത് വെട്ടി ഇരിഞ്ഞ് ചൊളയാക്കി അമ്മയുടെ കയ്യിൽ കൊടുത്തു. അന്നേരം അമ്മ സമാധാനത്തിൽ കാലൊക്കെ നീട്ടി വെച്ച് ചക്ക നന്നാക്കുക, ഒരുക്കുക. അന്നേരം അങ്ങനെ. ഇതെന്തിനാണെന്നറിയാവോ? നമുക്ക് വറ്റലമുളകും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാനാ. പിന്നെ മീനുണ്ട്, ചക്കപ്പുഴുക്കും ചമ്മന്തിയും, പിന്നെ ഉണക്കമീനും, പിന്നെ ബീനീസ് തോരൻ. അതുകൊണ്ട് അങ്ങനെ എൻ്റെ കറി ചക്കപ്പുഴുക്ക്, ചമ്മന്തി, ചോറ്, ബീനീസ് തോരൻ, ഉണക്കമീൻ. ഇതെൻ്റെ കറി. നിങ്ങളുടെ കറി എന്നാന്ന് പറയണേ. പിന്നെ ഇന്നലത്തെ കമന്റിൽ എന്നോട് ചോദിച്ചേ, ലതയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ഒരു ചേച്ചി ചോദിച്ചു. ഞാൻ അന്നേരം അത് പറയാം. പിന്നെ ഒരു ചേച്ചി പറഞ്ഞു ഇന്നലത്തെ ബാക്കി കഥ പറയാം, അതും ഞാൻ പറയാം. പിന്നെ ഒരു ചേച്ചി ചോദിച്ചു യൂട്യൂബ് തുടങ്ങുന്നത് എങ്ങനെയാണ്, അതും ഞാൻ പറയാം. അന്നേരം നമ്മൾ യൂട്യൂബ് ഞാൻ കയ്യോറ എടുത്തോണ്ട് വരട്ടെ, കണ്ടെങ്കിൽ എടുത്തോണ്ട് വരാം, അല്ലെങ്കിൽ പിന്നെ എടുത്തോണ്ട് വരികയല്ല കേട്ടോ. ഇത് കൈ അന്നേരം യൂട്യൂബ് തുടങ്ങുന്ന എങ്ങനെയാന്ന് ചോദിച്ചേ. കയ്യോറ കിട്ടിയില്ല, കണ്ടില്ല. 2 കയ്യോറ ഉണ്ടായിരുന്നേ, ഒരെണ്ണം കണ്ടില്ല, ഒരെണ്ണം അമ്മ എടുത്തു. എന്നിട്ടില്ലേ യൂട്യൂബ് തുടങ്ങുന്ന എങ്ങനെയാന്ന് ചോദിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. യൂട്യൂബ് തുടങ്ങാനായിട്ട് ക്യാമറ പവറുള്ള ഫോണുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ? വീഡിയോ എടുക്കാൻ അറിയാവോ? പിന്നെ വീഡിയോ കട്ടാക്കി അത് പ്രധാനപ്പെട്ട ഭാഗങ്ങളാക്കി കട്ടാക്കി എടുക്കാൻ അറിയാവോ? എഡിറ്റിങ്. പക്ഷെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, നിസ്സാര കാര്യമുള്ളൂ. നിസ്സാര കാര്യമുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലേ പെട്ടെന്ന് നമുക്കത് ചെയ്യാം. അന്നേരം എഡിറ്റിങ്, വീഡിയോ എഡിറ്റിങ്, വീഡിയോ എടുക്കാൻ പഠിക്കണം, എഡിറ്റിങ് പഠിക്കണം. പിന്നെ അത് യൂട്യൂബിനകത്ത് നമ്മുടെ വീഡിയോ ഇട്ട് കൊടുക്കാൻ പഠിക്കണം. അങ്ങനെയാണ് വീഡിയോ. പക്ഷെ ഉണ്ടല്ലോ ഇതെല്ലാം നിസ്സാര കാര്യമുള്ളൂ, ചെറിയ കാര്യമുള്ളൂ അത്. പക്ഷെ നമ്മൾ കഥ കണ്ടെത്തുക അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങിയത് എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ. ഞാൻ 1 മാസം മൊത്തം ഇരുന്ന് ചിന്തിച്ച എല്ലാവരുടെയും കാല് പിടിച്ചു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പം നിങ്ങളുടെ ചാനല്, ഇപ്പം ഞാനൊരു ചാനൽ തുടങ്ങി, ഞാൻ സ്വന്തമായിട്ട് വീഡിയോ എടുത്ത് എഡിറ്റിങ് ചെയ്ത് യൂട്യൂബിൽ ഇടാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങരുത്. ആരെയും ആശ്രയിച്ച് യൂട്യൂബ് തുടങ്ങരുത്. കാരണം നമുക്ക് ആരും ഇല്ല. ഞാൻ അങ്ങനെ കാല് പിടിച്ച് നടന്നിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ യൂട്യൂബ് തുടങ്ങാൻ എനിക്ക് കൊതിയായിരുന്നേ. എന്നിട്ട് ഞാൻ 1 മാസം ഇങ്ങനെ ഓർത്തിരുന്ന് യൂട്യൂബ് തുടങ്ങണമെന്ന് ഓർത്തിരുന്നേ. എന്നിട്ട് ആരും സഹായിക്കാനില്ല. ഒരു ദിവസം ഞാൻ എൻ്റെ മൂത്ത മോൻ വന്നപ്പോൾ ഇല്ലേ, ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഒരു യൂട്യൂബ് തുടങ്ങി താടാ, ഒന്നും ആക്കി നീ തന്നാൽ മതി, ബാക്കി അമ്മ ചെയ്തോളാന്ന്. എന്നിട്ട് അവൻ ദേഷ്യപ്പെട്ട്, വെച്ചാൽ മടുത്തല്ല വരുന്ന പണിയും കഴിഞ്ഞ്, അവൻ പെട്ടെന്ന് മൊബൈൽ മേടിച്ച് അമ്മേനെ കൊണ്ട് ഞാൻ മടുത്തെന്നും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ 15 മിനിറ്റ് എടുത്തു കേട്ടോ. എൻ്റെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അവൻ എനിക്കൊരു സ്വന്തമായിട്ടൊരു ചാനൽ ആക്കി തന്നു. പിന്നെ ആദ്യം ഞാനും മോനും കൂടെ റവ ഉപ്പുമാവ്, ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ഞാൻ ഇടുന്നത്. അങ്ങനെ ഇട്ടു. വലിയ ആൾക്കാരൊന്നും ഒത്തിരി പേര് കണ്ടൊന്നുമില്ല. അങ്ങനൊക്കെ ഇട്ടു.
എന്നാലും തുടക്കം ആക്കി. പിന്നെ ഞാൻ അത്തേന്ന് വിട്ടിട്ടില്ല. ആദ്യം ഞാൻ എല്ലാവരുടെയും കാല് പിടിച്ച്, എൻ്റെ പിള്ളേരുടെ കാല് പിടിച്ച് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ ഇടുമായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ അങ്ങ് നിന്നുപോയി ഇടാതെ. അത് കഴിഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ തന്നെ ഓർത്തു, ഈ വീഡിയോ എടുക്കാനും എഡിറ്റിങ് ചെയ്യാനും നമ്മൾ പഠിക്കണമല്ലോ. പഠിച്ചില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് നിന്നു പോകും, എൻ്റെ ചാനല് ആർക്കും പ്രയോജനമില്ലാതെ നിന്നു പോകും എന്നോർത്ത് ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ട് ഞാൻ ബുക്കും പേനായും എടുത്ത് വേറെ ഒരു കൊച്ചിനോട് ചോദിച്ച് വീഡിയോ എടുക്കുന്നത് എങ്ങനെ അതിൻ്റെ മൊത്തം എഴുതി വെക്കും. പിന്നെ ഇത് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ അന്നേരം ഇല്ലേ അതും മൊത്തം എഴുതി വെക്കും. പിന്നെ ഇത് യൂട്യൂബിനകത്ത് ഇട്ട് കൊടുക്കുന്ന എങ്ങനെ അതും എഴുതി വെക്കും. അങ്ങനെ ഞാൻ എഴുതി വെച്ച് പഠിച്ച് ഞാൻ വീഡിയോ ഇട്ടിട്ട് ആദ്യം ശരിയായി ഒന്നുമില്ലായിരുന്നു. എന്നാലും ഞാൻ ഇട്ട് പഠിച്ച് ഞാൻ സ്വന്തമായിട്ട് വീഡിയോ ഇടാൻ പഠിച്ചു. അതെൻ്റെ വാശിയായിരുന്നു, സങ്കടവുമായിരുന്നു. അന്നേരം ഞാൻ പഠിക്കുന്ന എങ്ങനെയാണെന്നോ, ഞാൻ ഈ എഡിറ്റിങ്ങിൽ ചിഹ്നങ്ങളുണ്ട്, ചിഹ്നം. അന്നേരം ആദ്യം കത്രിക, എഡിറ്റിങ്ങിലുള്ള ചിഹ്നമാണ് കത്രിക. ആദ്യം കത്രിക എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ എഡിറ്റ് ചെയ്യണം. കത്രിക എടുത്തിട്ട് എന്നിട്ട് കട്ടാക്കണം. കട്ടാക്കിയിട്ട് അത് സേവ് ചെയ്യണം. അങ്ങനെ ആ ചിഹ്നങ്ങളെല്ലാം എഴുതി വെച്ച് ഇത്താന്നാക്കണം, ഇത്ത കുത്തണം എന്നും പറഞ്ഞ് എഴുതി ഞാൻ വെച്ചെല്ലാം ഞാൻ പഠിച്ചെടുത്തു. ഇപ്പൊ എനിക്ക് ഒരു വീഡിയോ കിട്ടിയാല് ഞാൻ പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇടും. പെട്ടെന്ന് എല്ലാം ചെയ്യും. സേവിങ് അറിയാം, എഡിറ്റിങ് അറിയാം, മൊബൈലിൽ അറിയാം. 10 മിനിറ്റ് മതി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. 10 മിനിറ്റ് മതി നമ്മുടെ മൊബൈലിന്റെ നമ്പർ വെച്ച് നമ്മൾ ചാനൽ തുടങ്ങാൻ. 10 മിനിറ്റ് മതി. നിങ്ങൾക്കുണ്ടോ? മൊബൈലുണ്ടോ? ക്യാമറ പവറുള്ള മൊബൈലുണ്ടോ? നിങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങി തരാൻ ആളുണ്ടോ? പിന്നെ ഇല്ലേ, ഈ വീഡിയോ എടുക്കാൻ അറിയാവോ? യൂട്യൂബിനകത്ത് ഇടാൻ അറിയാവോ? നിങ്ങൾ ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങൾ തുടങ്ങുക. എന്നിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ഒരു വീഡിയോ ഇടുക. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങളുടെ സമയപരിധി ഇല്ലേ, നിങ്ങൾ തന്നെ തീരുമാനിക്കണം. നിങ്ങൾ എത്ര മണിക്ക് വീഡിയോ ഇടും? 4 മണിക്കോ 6 മണിക്കോ പിന്നെ 2 മണിക്കോ 1 മണിക്കോ? നിങ്ങളുടെ സമയം നിങ്ങൾ തന്നെ തീരുമാനിക്കണം. എന്നിട്ട് ആ സമയത്തിന് നിങ്ങൾ ഒരു വീഡിയോ ഇന്ന് തന്നെ, ഇനി നാളെ ആക്കണ്ട, ഇന്ന് തന്നെ നിങ്ങൾ യൂട്യൂബ് തുടങ്ങി വീഡിയോ എടുത്ത് ഇട്. ഞാനാ പറയുന്നത്, ഇട്. ഞാനുണ്ടല്ലോ ഒരുപാട് കാര്യത്തിലുണ്ടല്ലോ ഞാൻ തോറ്റുപോയി എന്നോർത്തിരുന്ന ഒരു വ്യക്തിയാ. പക്ഷെ ഞാൻ തോറ്റില്ലല്ലോ. എനിക്ക് ബുക്കും പേനായും എടുത്ത് ഞാൻ എഴുതി വെച്ച് ഞാൻ പഠിച്ചു. അതുപോലെ നിങ്ങൾ പഠിക്ക്. വേറെ ഒന്നും പഠിക്കണ്ട, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം വീഡിയോ. ചില ചേച്ചിമാർക്ക് മൊബൈൽ ഇല്ലല്ലോ. അതാ ഞാൻ പറഞ്ഞ വലുത് ചെറിയ മൊബൈലല്ലേ. നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളോടോ അല്ലെങ്കിൽ അടുത്തുള്ളവരില്ലേ, ഈ വിദ്യാഭ്യാസം ഉള്ളവരും മൊബൈലിൽ പരിപാടി അറിയാവുന്നവരും അവരുടെ കയ്യിൽ കൊടുത്തേച്ച് അവരോട് പറ ഒരു യൂട്യൂബ് ചാനല് തുടങ്ങി താന്ന്. അന്നേരം യൂട്യൂബ് ചാനൽ എടുത്ത് ആപ്ലിക്കേഷനൊക്കെ ചെയ്ത് എടുത്തു തരും. എനിക്ക് എൻ്റെ മോന ചെയ്തു തന്നതേ. അതുകൊണ്ട് എനിക്കില്ലേ എങ്ങനെയാണെന്ന് അറിയത്തില്ല അത്. എൻ്റെ മോന രാത്രി 12 ഈ അമ്മയുടെ ഒരു കാര്യമൊന്നും പറഞ്ഞുകൊണ്ട് അവന് ചെയ്തു തന്നു. യൂട്യൂബ് ചാനൽ എടുത്തു തന്നു. പിന്നെ വീഡിയോ ഇട്ട് കൊടുത്തതും അവനാ. പക്ഷെ അത് കഴിഞ്ഞില്ലേ ഞാൻ ചെയ്തു. അങ്ങനെ. പക്ഷെ ഉണ്ടല്ല, നിങ്ങൾ എന്നെ ഉദ്ദേശിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണെന്നാണോ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാ നിങ്ങൾ എന്നെ ഉദ്ദേശിച്ച് എന്നോട് ചോദിക്കാൻ എന്നെ ഉദ്ദേശിച്ച് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാണോ ആണോ? അന്നേരം ഇല്ല, ഇന്നത്തെ കമന്റിൽ അത് കൃത്യമായിട്ട് പറയണേ. ചാനൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീട് അറിയാവോ? ഒരുപാട് ദൂരെ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വാ. അന്നേരം എൻ്റെ മൂത്ത മോനെ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തരാം. വീട്ടിൽ ചെല്ലുമ്പോൾ വീഡിയോ ഇട്ട് കൊടുത്താൽ മതി. എന്ത്
അങ്ങനെ പറയണേ. അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കാര്യം അങ്ങനെ തുടങ്ങും. പക്ഷെ ഉണ്ടല്ലോ, തുടങ്ങണം കേട്ടോ. അയ്യോ, പെട്ടെന്ന് നമ്മള് ഏതൊരു പിന്നെ പാട്ട് ഇടരുത് കേട്ടോ. ഒരുപാടങ്ങ് പാട്ടെല്ലാം കുത്തി നിറച്ച് പാട്ടെല്ലാം ഇട്ട് വലിയ ഇതാകല്ലോ, കോപ്പി റൈറ്റ് വരും. മറ്റുള്ളവരുടെ പാട്ട് നമ്മൾ ഇട്ടാൽ കോപ്പി റൈറ്റ് വരും. നമ്മുടെ സ്വന്തം സ്വരവേ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഇടാവുള്ളൂ. പക്ഷെ ഞാൻ പാട്ട് ഇടുന്നുണ്ടേ, അതുകൊണ്ട് എനിക്ക് കോപ്പി റൈറ്റ് ഒക്കെ വന്ന് എൻ്റെ ചാനലെല്ലാം നശിച്ച് വ്യൂസ് എല്ലാം കുറഞ്ഞ് നശിച്ചിരിക്കുക എൻ്റെ ചാനല്. മൂത്ത മോൻ വന്നെന്ന് തോന്നുന്നു, കാറിന്റെ ഒച്ച കേട്ട്. മൂത്ത മോൻ വരും ഇന്ന്. അന്നേരം ഞാൻ ചക്ക വെട്ടിപ്പോ ഓർത്തെ, പിള്ളേര് വന്നായിരുന്നെങ്കിൽ ചക്കപ്പുഴുക്കിന് കോഴി മേടിക്കും. അവര് കോഴി മേടിക്കുമല്ല, പന്നി മേടിക്കും, അല്ലെങ്കിൽ പിന്നെ ഇല്ലേ മീൻ മേടിക്കും. അന്നേരം ഞാൻ ഇന്ന് ചക്ക വെട്ടിയപ്പോ ഞാൻ ഓർത്തതേ ഉള്ളൂ പിള്ളേരുടെ കാര്യം. അന്നേരം ആണ്ട മൂത്ത മോൻ മുറ്റത്ത് വന്നു, ഞാൻ കേട്ടു. കാറ് കൊണ്ട് നിർത്തുന്ന ഞാൻ കേട്ടു. ഇനിയിപ്പോ ഇങ്ങോട്ട് ഓടി വരും. മമ്മി, തന്തൂറിനകത്തെ പരസ്യം പോലെ മമ്മി അങ്ങനെ വരും. അന്നേരം ഇല്ലേ, ഞാൻ 2 വഴക്ക് പറയട്ടെ. അവൻ 1 മാസമായി വന്നിട്ട്, വിളിച്ചിട്ട് തന്നെ 2 ആഴ്ചയായി. ഞാൻ 2 വഴക്ക് പറയട്ടെ? പറയണോ? നിങ്ങൾ പറ, ഞാൻ പറയണോ? വഴക്ക് പറയണോ? 2 വഴക്ക് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങാം. 2 വഴക്കങ്ങ് പറയാം.